കനത്ത മഴയിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മലയോര മേഖലയിലും റാന്നിയിലും ആറന്മുളയിലുമൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. റാന്നിയിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീടുകളിലെ രണ്ടാമത്തെ നിലയിലൊക്കെ കഴിയുന്നവരൊക്കെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ മുഴുവൻ വെള്ളം കയറി. ആറന്മുളയിലാണെങ്കിൽ അവിടെ പമ്പാനദി കരകവിഞ്ഞൊഴുകി ആറന്മുള സത്രക്കടവും കടന്ന് ആറന്മുള ആൽത്ര ജംഗ്ഷൻ വരെ വെള്ളം എത്തി. അതിനർത്ഥമെന്നുള്ളത് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ 4 വശത്തേക്കുമായിട്ട് വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കോഴഞ്ചേരിയിൽ നിന്നും ചെങ്ങന്നൂർ ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഈ വടശ്ശേരിക്കരയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്നും പുല്ലൂർ മൂവാറ്റുപുഴ വഴി റാന്നിയിൽ കൂടി എരുമലയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. പമ്പാനദിയിൽ റാന്നി ഭാഗത്ത് ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ആറന്മുള ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല. ഡാമുകളെല്ലാം സേഫാണ് എന്ന് തന്നെ അധികൃതർ അറിയിക്കുന്നു. അതേസമയം തന്നെ മന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടേക്ക് എത്തിയിരുന്നു. ഇവിടെ അവലോകന യോഗം ചേർന്നിരുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി MLA യുടെ നേതൃത്വത്തിലും റാന്നിയിൽ പഴകുളം MLA യുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ഏതായാലും റാന്നിയിൽ സ്ഥിതിഗതി ശാന്തമാണ്. പക്ഷേ ആറന്മുളയിൽ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ആറന്മുളയിൽ പമ്പാനദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്.